welcome back to our GS class. Today we will study the third chapter of Standard 4 GS, that is teeth and microbes. This is your third chapter, teeth and microbes. Okay, so let us learn them in detail. This is your third chapter and there is a picture. Can you see this? Which picture do you like the most? ഈ രണ്ട് പിക്ചറിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ ഏതാണ്? ഇത് ഫസ്റ്റ് വൺ ആയിരിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് പിക്ചറിനോട് ഇഷ്ടം തോന്നിയത്? കാരണം ഇതിൻ്റെ ടീത്തൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. ഓക്കെ, സോ teeth are very important part of our body. They are hard structures present in our mouth. Apart from helping us bite and chew food, they give shape to the face. Teeth also help us speak clearly. Okay. അതായത് നമ്മളെ നന്നായിട്ട് ഫുഡ് ചവച്ചരയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ടീത്താണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ഫേസിന് ഷേപ്പ് കൊടുക്കുന്നത് ടീത്താണ്. അതുപോലെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടീത്താണ്. ഫസ്റ്റ് ഈസ് ടെമ്പററി ടീത്ത്. ടെമ്പററി ടീത്ത് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ടൂത്ത് ഇൻ എ ബേബി അപ്പിയേഴ്സ് ഓൺലി വെൻ ഹി ഓർ ഷീ ഈസ് അബൌട്ട് 6 months ഓൾഡ്. അതായത് ഒരു കുഞ്ഞു കുട്ടിയിൽ ആദ്യമായിട്ട് പല്ല് വരുന്നത് അതിന് 6 months ആകുമ്പോഴത്തേനാണ്, അല്ലേ? അതർ ടീത്ത് സ്റ്റാർട്ട് അപ്പിയറിങ് സ്ലോലി ആഫ്റ്റർ ദാറ്റ്. അത് കഴിയുമ്പോഴത്തേന് ആദ്യം 2 കുഞ്ഞു പല്ലുകൾ വരും. അത് കഴിയുമ്പം പിന്നെ സ്ലോ ആയിട്ട് ഓരോരോ കുഞ്ഞു പല്ലുകൾ വരാൻ തുടങ്ങും. അറ്റ് ദ ഏജ് ഓഫ് 2 എ ചൈൽഡ് ഹാസ് എ സെറ്റ് ഓഫ് 20 ടീത്ത്. അതായത് 2 വയസ്സാകുമ്പോഴത്തേക്കിന് ഒരു കുട്ടിയിൽ ഏകദേശം 20 പല്ലുകൾ കാണും. ദീസ് ടീത്ത് ആർ കോൾഡ് മിൽക്ക് ടീത്ത് ഓർ ടെമ്പററി ടീത്ത്. ഈ ടീത്തിന് പറയുന്ന പേരാണ് മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ ടെമ്പററി ടീത്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ദ ഫസ്റ്റ് ടൂത്ത് ഇൻ എ ബേബി അപ്പിയേഴ്സ് ഓൺലി when he or she is about 6 months old. At the age of 2, a child has a set of 20 teeth. These teeth are called milk teeth or temporary teeth. Okay. Next നമ്മൾ പഠിക്കാൻ പോകുന്ന പെർമനന്റ് ടീത്തിനെ കുറിച്ചാണ്. Milk teeth start falling off when a child is 6 years old. All 20 teeth fall off between the age of 6 and 12 years. നമ്മൾ ആദ്യം പറഞ്ഞു ടെമ്പററി ടീത്ത്, അല്ലേ? ടെമ്പററി ടീത്ത് 20 ടെമ്പററി ടീത്ത് ഉണ്ട്. 2 വയസ്സാകുമ്പോഴത്തേക്കും ഏകദേശം 20 ടീത്തോളം ഉണ്ടെന്ന് പറഞ്ഞു. ആ ടീത്തിന് പറയുന്ന പേരാണ് ടെമ്പററി ടീത്ത്, അല്ലേ? മിൽക്ക് ടീത്ത്. ഈ മിൽക്ക് ടീത്ത് ഒരു 6 വയസ്സാകുമ്പോഴത്തേക്കിന് പോകാൻ തുടങ്ങും. അതിന് പകരം പുതിയ ടീത്ത് വരാൻ തുടങ്ങും. ആ ടീത്തിന് പറയുന്ന പേരാണ് പെർമനന്റ് ടീത്ത്. പെർമനന്റ് ആയിട്ടുള്ള ടീത്താണ്. അതുകൊണ്ടാണ് അതിന് പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത്. മിൽക്ക് ടീത്ത് സ്റ്റാർട്ട് ഫോളിങ് ഓഫ് വെൻ എ ചൈൽഡ് ഈസ് 6 years old. 6 വയസ്സാകുമ്പോൾ തൊട്ട് നിങ്ങളുടെ പല്ല് കൊഴിഞ്ഞു പോകാൻ തുടങ്ങും. ഓൾ 20 ടീത്ത് ഫോൾ ഓഫ് ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 6 and 12 years. ഒരു 6 തൊട്ട് 12 വയസ്സ് വരെ ആകുമ്പോൾ ആദ്യം വന്ന ഈ മിൽക്ക് ടീത്ത്, ആ 20 ടീത്തും അങ്ങ് പോകും. ന്യൂ ടീത്ത് അപ്പിയർ ഇൻ ദ പ്ലേസ് ഓഫ് ടെമ്പററി ടീത്ത്. ദീസ് ന്യൂ ടീത്ത് ആർ കോൾഡ് പെർമനന്റ് ടീത്ത്. മിൽക്ക് ടീത്ത് പോയിട്ട് വരുന്ന പുതിയ ടീത്തിന് പറയുന്ന പേരാണ് പെർമനന്റ് ടീത്ത്. അഡൽട്ട് യൂഷ്വലി ഹാവ് 32 ടീത്ത്. അഡൽട്ടിൽ ഏകദേശം 32 ടീത്ത് കാണും. ദർ ആർ 16 ടീത്ത് ഈച്ച് ഇൻ ദ അപ്പർ ജോ ആൻഡ് ദ ലോവർ ജോ. അതിനകത്ത് 16 ടീത്ത് അപ്പർ ജോയിലായിരിക്കും, 16 ടീത്ത് ലോവർ ജോയിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്ട്രക്ചർ ഓഫ് എ ടൂത്ത്. ഒരു ടൂത്തിൻ്റെ സ്ട്രക്ചർ. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് ദ പിക്ചർ ഓഫ് എ ടൂത്ത്. ക്യാൻ യു സീ ദിസ്? ദിസ് വൈറ്റ് pearly part of a tooth is seen outside
ഈസ് കോൾഡ് ക്രൗൺ. അതായത് നമ്മൾ പല്ലിൻ്റെ വെള്ള കളറിൽ കാണുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ക്രൗൺ. ഓക്കെ, ദിസ് ഈസ് ക്രൗൺ. എ പാർട്ട് ഓഫ് എ ടൂത്ത് ഈസ് ഓൾസോ ഇൻസൈഡ് ദ ഗം വിച്ച് വി കനോട്ട് സീ ബട്ട് ക്യാൻ ഫീൽ. ദിസ് പാർട്ട് ഈസ് കോൾഡ് റൂട്ട്. അതായത് നമ്മുടെ പല്ലിൻ്റെ നമ്മൾ പറയും മോണയ്ക്കകത്തുള്ള ഭാഗം എന്ന് പറയും, അതിന് പറയുന്ന പേരാണ് റൂട്ട്. വി കനോട്ട് സീ ദിസ് പാർട്ട് ബട്ട് വി ക്യാൻ ഫീൽ ഇറ്റ്. In between these two parts, at the gum line is present the neck part of the tooth. That is, there is a gum line present in between crown and root. This part is called a neck. Okay, neck part of a tooth. The crown of the tooth is made up of 3 parts. Okay. First is enamel. Enamel. The outer white layer of the crown is called enamel. Can you see this? This outer white layer is called, white layer of the crown is called enamel. ഈ വൈറ്റ് ലെയർ, ക്രൗണിൻ്റെ ഈ വൈറ്റ് ലെയറിന് പറയുന്ന പേരാണ് ഇനാമൽ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡെൻഡേ. Just below the enamel is a yellow hard covering is called dentate. അതായത് ഇനാമലിന് താഴെയായിട്ട് യെല്ലോ കളറിൽ കാണുന്ന കവറിങ്ങിന് പറയുന്ന പേരാണ് dentate. Okay. The dentate is not hard as the enamel. ഇനാമലാണ് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളത്, അത്ര ഹാർഡ് അല്ല dentate എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇനാമൽ പ്രൊട്ടക്ട്സ് ദ dentate. ഇനാമലാണ് ഡെൻഡേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് പൾപ്പ്. ഇൻസൈഡ് ദ ഡെൻഡേ ഈസ് ദ സോഫ്റ്റ് പൾപ്പ്. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് പൾപ്പ്. ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് സോഫ്റ്റ് പൾപ്പ്. അതായത് ഡെൻഡേനകത്ത് കാണുന്ന ഭാഗമാണ് പൾപ്പ് എന്ന് പറഞ്ഞാൽ. പൾപ്പിനാണ് ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ കാണുന്നത്. നമ്മുടെ പല്ലിൻ്റെ നെർവ്സ്, ബ്ലഡ് വെസൽസ് ഒക്കെ കാണപ്പെടുന്ന ഭാഗമാണ് പൾപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ ഡെൻഡേ. ദ ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ പൾപ്പ്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ഇനാമൽ. ഇനാമൽ ഈസ് ദ ഔട്ടർ വൈറ്റ് ലെയർ ഓഫ് ദ ക്രൗൺ. And the second part is dentate. Dentate is a yellow hard covering. It is present just below the enamel. Enamelന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന യെല്ലോ കളറിലുള്ള ഭാഗമാണ് dentate എന്ന് പറയുന്നത്. ഇനാമലാണ് ഡെൻഡേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. തേർഡ് പാർട്ടാണ് പൾപ്പ് എന്ന് പറഞ്ഞാൽ. പൾപ്പിലാണ് ബ്ലഡ് വെസൽസും നെർവ്സും ഒക്കെ കാണുന്നത്. ഓക്കെ, the enamel on the surface of your teeth is the hardest part of the entire body. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പാർട്ടാണ് ഇനാമൽ എന്ന് പറയുന്നത്. നമ്മുടെ പല്ലിൻ്റെ ഇനാമലാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് ടീത്ത്. ടീത്ത് എത്ര ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. On the basis of their function, the teeth are divided into 4 groups. They are incisors, canines, premolars and molars. Functions അനുസരിച്ച് ടീത്തിനെ 4 ആയിട്ട് തിരിച്ചിരിക്കുന്നു. The teeth are divided into 4 groups based on their function. First one is incisors, canines, premolars and molars. Okay, these are the 4 types of teeth. Can you see this picture? These are incisors. Next is canines, premolars,
and molars. Based on the functions, teeth are classified into 4 groups. They are incisors, canines, premolars and molars. Okay. So these are all today's topic. You study well. We will meet in the next class. Bye.